നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്ന കേരള പോലീസിന്റെ CPO തസ്തികയുടെ അപേക്ഷ തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടാൽ മനസ്സിലാവുന്നതായിരിക്കും. പരമാവധി പെട്ടെന്ന് തന്നെ എല്ലാ സുഹൃത്തുക്കൾക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് വിവരങ്ങൾ എന്താണെന്ന് ഈ ഒരു വീഡിയോ ഭാഗത്തിലൂടെ തന്നെ ചെക്ക് ചെയ്യാം. മാക്സിമം മിനിമം +2 ഉള്ള സുഹൃത്തുക്കൾ ഒരുപാട് പേരുണ്ടാവും, അവരിലേക്ക് ഷെയർ ചെയ്യുക. അതുപോലെ PSC ഗ്രൂപ്പൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടാവും, അതിലേക്കെല്ലാം ഒന്ന് മാക്സിമം പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്തെത്തിക്കുക. നമുക്ക് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് നോക്കാം. അപ്പോൾ കേരള പോലീസ് കോൺസ്റ്റബിൾ, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സൈറ്റിൽ കയറിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ അപേക്ഷിക്കാൻ സാധിക്കുന്ന രീതിയിലാണ് സൈറ്റ് ഉള്ളത്. അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആയിരിക്കും ഇന്നത്തെ വീഡിയോ ഭാഗത്തിലൂടെ നമ്മൾ ചെക്ക് ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാം. 29/12/2023 ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 31/1/2024 വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് 31/1/2024 ആണ്. ശ്രദ്ധിച്ചിരിക്കുക. ഇതിൻ്റെ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 593/2023 ആണ്. അപ്പോൾ ഇതിന് അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം. ഇനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള പുരുഷന്മാർ തീർച്ചയായിട്ടും ഈ പറയുന്ന കാറ്റഗറി നമ്പറിലൂടെ കേരള PSCൻ്റെ വെബ്സൈറ്റിൽ 1 ടൈം രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ PSCൻ്റെ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കേരള പോലീസാണ്. കേരള പോലീസിൽ പോലീസ് കോൺസ്റ്റബിൾ ട്രെയിനി ആംഡ് പോലീസ് ബറ്റാലിയൻ തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഇതിന് വനിതകൾക്ക് അപേക്ഷിക്കാൻ സാധിക്കത്തില്ല എന്ന് ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ 66,800 രൂപ വരെയൊക്കെ പ്രതിമാസം ശമ്പളം ലഭിക്കാവുന്ന ഒരു തസ്തികയാണിത്. അതുപോലെ ഇതിൻ്റെ ഒഴിവ് വിവരങ്ങളെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ തിരുവനന്തപുരം വന്നിട്ടുണ്ട് SAP, അതുപോലെ തന്നെ പത്തനംതിട്ട KAP 3 വന്നിട്ടുണ്ട്, പിന്നെ ഇടുക്കി KAP 5 വന്നിട്ടുണ്ട്, എറണാകുളം KAP 1 വന്നിട്ടുണ്ട്, തൃശ്ശൂർ KAP 2 വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മലപ്പുറം MSP വന്നിട്ടുണ്ട്, പിന്നെ കാസർഗോഡ് KAP 4 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എത്രയാണ് കൃത്യമായിട്ട് ഒഴിവുകളെന്ന് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ സ്ഥലങ്ങളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. ഇവിടത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാം. നിങ്ങൾക്ക് ഏത് ബറ്റാലിയൻ ആണോ താല്പര്യം അവിടത്തേക്ക് നിങ്ങൾക്ക് അപേക്ഷ ഇപ്പോൾ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള വിവരങ്ങൾ നോക്കുകയാണെങ്കിൽ മെത്തേഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. ബറ്റാലിയൻ വൈസിലേക്കുള്ള ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ്. എല്ലാവർക്കും തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. ഈ ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. ഇത്രയധികം ബറ്റാലിയനിലേക്കാണ് ഇപ്പോൾ വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത്. യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം. 18 വയസ്സ് മുതൽ 26 വയസ്സ് വരെയുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. കൃത്യമായി പറയുകയാണെങ്കിൽ 2/1/1997 1/1/2005 ഈ ഒരു ഡേറ്റിലും ഇതിൻ്റെ ഇടയിലും ജനിച്ചവർക്ക് അപേക്ഷിക്കാം. പക്ഷേ OBC ഉദ്യോഗാർത്ഥികൾക്ക് 26 അല്ല 29 വയസ്സ് വരെ അപേക്ഷിക്കാം. SC/ST ഉദ്യോഗാർത്ഥികൾക്ക് 31 വയസ്സ് വരെ അപേക്ഷിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ യോഗ്യത പാസിൻ HSC ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് +2 മതി, മറ്റൊരു യോഗ്യതയും ചോദിക്കുന്നില്ല. ഹൈ സെക്കൻഡറി എക്സാമിനേഷൻ ആണ് HSC എന്ന് ഉദ്ദേശിക്കുന്നത്. +2 ഉള്ളവർക്ക് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള യോഗ്യത മതി. തത്തുല്യമായിട്ടുള്ള യോഗ്യത നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്താൽ കിട്ടും. ഈ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി അപേക്ഷിക്കാൻ കയറുമ്പോൾ PSCൻ്റെ പ്രൊഫൈലിൽ തന്നെ അവൈലബിൾ ആണ്. അവിടെ നിന്നാണ് ഈ നോട്ടിഫിക്കേഷൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. സോ +2 മതി. +2ൻ്റെ ഇക്വാലൻ്റ് ആയിട്ടുള്ള എന്തൊരു യോഗ്യത ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ ഇതിൻ്റെ ഹൈറ്റ് 168 സെൻറ്റിമീറ്റർ ആണ് ഹൈറ്റ് പറഞ്ഞിട്ടുള്ളത് പുരുഷന്മാർക്ക്. ചെസ്റ്റ് പറയുന്നുണ്ട് 81 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ എക്സ്പാൻഡ് ചെയ്യാൻ സാധിച്ചിരിക്കണമെന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഐസൈറ്റ് ഒക്കെ പെർഫെക്റ്റ് ആയിരിക്കണം. പിന്നെ ഒറ്റ പരീക്ഷയുള്ളൂ, നമുക്കറിയാം ഒറ്റ പരീക്ഷയുള്ളൂ. ആ ഒരു പരീക്ഷ പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യണം. ഈ കാണുന്ന ഫിസിക്കൽ ഐറ്റം 8 എണ്ണമുണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു 5 എണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കൽ പാസ്സാവും. 100 മീറ്റർ ഓട്ടം 14 സെക്കൻഡിൻ്റെ ഉള്ളിൽ, ഹൈ ജമ്പ് 132.20 സെൻറ്റിമീറ്റർ, ലോങ് ജമ്പ് 457.20 സെൻറ്റിമീറ്റർ, പുട്ടിംഗ് ദി ഷോട്ട് പറയുന്നുണ്ട് 609.60 സെൻറ്റിമീറ്റർ, ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ 6096 സെൻറ്റിമീറ്റർ, റോപ്പ് ക്ലൈമ്പിംഗ് പറയുന്നുണ്ട് 365.80 സെൻറ്റിമീറ്റർ, പുള്ളപ്പ് ഓർ ചിന്നിങ് 8 തവണ എടുത്തിരിക്കണം എന്ന് പറയുന്നുണ്ട്. 1500 മീറ്റർ ഓട്ടം 5 മിനിറ്റ് 44 സെക്കൻഡിൻ്റെ ഉള്ളിൽ. ഇതിൽ ഏതെങ്കിലും 5 എണ്ണം നിങ്ങൾ പാസ്സായാൽ മതി. 8 പാസ്സാവണമെന്നില്ല. 5 എണ്ണം പാസ്സാകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ നിർത്താം. കാരണം 5 എണ്ണം ക്വാളിഫൈ ചെയ്താൽ മതി, നിങ്ങൾ ഫിസിക്കൽ പാസ്സാവുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ ഫർദർ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. കൃത്യമായി ലഭിക്കാനായിട്ട്, വളരെ പെട്ടെന്ന് ലഭിക്കാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ഓളിലാണെന്ന് ഉറപ്പുവരുത്തുക. മറ്റുള്ള നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട്, ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. 1 by 1 ആയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. മാക്സിമം ഈ ഒരു കാര്യം ഇപ്പോൾ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക.